അല്ലാതെ അർജന്റീനക്ക് ആവശ്യമില്ല, പക്ഷെ ഫിഫയ്ക്ക് അർജന്റീനേനെ ആവശ്യമുണ്ട്. ഹായ് ഗൈസ്, സോ ഇതൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ടുഡേ എന്താണ് പറയേണ്ടത്? ഫിഫ വേൾഡ് കപ്പ്. ഹെൽത്തി. ഞാൻ കണ്ടതിൽ വെച്ച്, ഞാൻ 2002 ജനിച്ച് 2006 വേൾഡ് കപ്പ് തൊട്ട് കാണാൻ തുടങ്ങിയ സമയം 4-ാം വയസ്സിൽ വേൾഡ് കപ്പ് കണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് 2010 ഞാൻ കണ്ടു തുടങ്ങി സ്പെയിൻ വേൾഡ് കപ്പ് അടിച്ച സമയം. അന്ന് കണ്ടു തുടങ്ങിയ വേൾഡ് കപ്പ് തൊട്ട് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു വേൾഡ് കപ്പ് ഇതാ. അതില് ഇപ്പൊ കാരണമായിട്ടെന്ന് പറയുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാരണം തന്നെ അമേരിക്ക. എടാ, ഫുട്ബോളിനെ സോക്കർ എന്ന് വിളിക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഒരു വേൾഡ് കപ്പ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്? രണ്ടാമത്തത് ഫിഫയുടെ പുതിയ റൂൾസ്. അതിൻ്റെ അകത്ത് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു റൂള്, മറ്റേ ഗ്രൗണ്ടിൽ ഇഞ്ചേർഡ് ആയിട്ട് 1 മിനിറ്റ് കൂടുതൽ കിടന്നിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് പ്ലേസിനെ മാറ്റണം. മറ്റേ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അത് ആക്ച്വലി നല്ല കാര്യമാണ്. അതായത് സമയം അധികം പോകൂല. മറ്റേതുപോലെ അവസാന സമയമാകുമ്പോഴത്തേനും മറ്റേ പരിക്ക് പറ്റി ഇഞ്ചുറി ആയിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുക, അനങ്ങാതിരിക്കുക, ആ പരിപാടി നടക്കൂല. സോ അതൊരു നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നും പറഞ്ഞിട്ട്. ഈ ഒന്നാമതെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒറ്റ ബ്രേക്കേ ഉള്ളൂ. അതായത് നമുക്കപ്പോൾ കുറെ നേരം ഇങ്ങനെ ആ ഫ്ലോയിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ട് പോവാം. അതായത് ഇപ്പൊ ക്രിക്കറ്റിലാണെങ്കിൽ ഓരോ ഓവർ കഴിയുമ്പോഴും പരസ്യം വരും, ഇത് വെച്ചാൽ അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനാണ് അത്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ആ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ബട്ട് എന്നാലും ഈ ഓരോ ഓവർ കഴിയുമ്പോഴത്തേനുള്ള ഈ ബ്രേക്ക് എടുത്ത് ഭയങ്കര ലാഗാണ്. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഫുട്ബോളിൽ ഹൈഡ്രേഷൻ ബ്രേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അതെന്താ എടാ, ഇതിന്റെ ഇത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇതിന്റെ മുമ്പ് എന്താ ഇപ്പൊ പ്ലേയേഴ്സ് വെള്ളം കുടിക്കാറും നിർത്താറൊന്നും ഇല്ലായിരുന്നു. എടാ, പരിക്ക് പറ്റുന്ന ഇഞ്ചുറി ആയിട്ടുള്ള പ്ലേയേഴ്സ് പരിക്ക് പറ്റി ഗ്രൗണ്ടിൽ കിടക്കുന്ന ആ ടൈം ഇവര് ഫ്രീ, ആ ടൈമിൽ ഇവര് വെള്ളം കുടിക്കുകയും വർക്കെല്ലാം ചെയ്യും. ഇതിപ്പോ എന്താ പറയണ്ടേ, ഒരു ടൈം ഔട്ട് കൊടുക്കുന്ന പോലെ, ഹാഫ് ടൈമിന്റെ ഇടയ്ക്ക് ഒരു ടൈം ഔട്ട്. ഹൈഡ്രേഷൻ ബ്രേക്കിന്റെ ഇടയ്ക്ക് കോച്ചിന് വരാം, കോച്ചിന് വന്ന് പ്ലേയേഴ്സിനോട് കാര്യം പറയാം, ടാറ്റിക്സ് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ അത് പറയാം. അതായത് ഒരു ടൈം ഔട്ടാണ് ആക്ച്വലി, ഹൈഡ്രേഷൻ ബ്രേക്ക് ഒന്നുമില്ല. ഇതൊരുമാതിരി പ്ലെയർ ടൈം ഔട്ട് കിട്ടുന്ന പോലെ ഓരോ ടീമിനും ഓരോ ടൈം ഔട്ട്. അപ്പോൾ കളിയുടെ മൊമെന്റ് ഒന്ന് ബ്രേക്ക് ആയി പോകുന്ന പോലത്തെ ഒരിത് അതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റഫറി. എടാ, ഇത്രയും വൃത്തികെട്ട ഒരു റഫറി പാറ്റേൺ, അതായത് ഇത്രയും വൃത്തികെട്ട റഫറിങ് കാണുന്നത് വേൾഡ് കപ്പിലാണ്. കാരണം ഇത് ഇപ്പൊ പുതിയതായിട്ട് വാറ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം അതെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് വാറ് കൊണ്ടുവന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാറ് കണ്ടുപിടിക്കും, ഓൺ ദ സ്പോട്ട് കണ്ടുപിടിക്കും. പക്ഷെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇവന്മാരാകെ കണ്ടുപിടിക്കുന്നത് എന്താ, കോർണർ പോയി കഴിയുമ്പോ ആരുടെ കാലേ തട്ടിട്ടാ കോർണർ പോയത്, ത്രോ ആർക്കാണ്, ഇതല്ലാതെ എന്താണ് ഈ വാറ് കണ്ടുപിടിക്കുന്നത്? ഗോളാ. എടാ, സത്യം പറയട്ടെ, വാറ് വന്നതോടെ ഫുട്ബോളിന്റെ പകുതി കാണാനുള്ള രസം പോയി. കാരണം ഇതിപ്പോ ഗോൾ അടിച്ചു കഴിയുമ്പോഴത്തേനും ആഹ്ലാദിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം, വാറ് കഴിയട്ടെ, വാറ് കഴിയുമ്പോഴല്ലേ തീരുമാനമാവുള്ളൂ. അത് എപ്പോ? എല്ലാ ഗോളിനും നോക്കൂല, ചില ഗോളിന്. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. എടാ, നമ്മള് ഓക്കെ വാറ് കൊണ്ടുവന്നു, റിവ്യൂ സിസ്റ്റം കൊണ്ടുവന്നു, എന്നാ പിന്നെ ക്രിക്കറ്റിലെ പോലെ കൊണ്ടുവരട്ടെ. ക്രിക്കറ്റിൽ തേടമ്പേരുണ്ടല്ലോ, തേടമ്പേറിന്റെ ആയിരിക്കും ഫൈനൽ ഡിസിഷൻ. ഇതങ്ങനെയല്ല, ഇത് ഗ്രൗണ്ടിൽ ഇരിക്കുന്ന റഫറി തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്യാമറ നോക്കിയിട്ട് പുള്ളി തന്നെ തീരുമാനിക്കും മറ്റേ ഫൗളാണോ പെനാൽറ്റിയാണോ കാര്യങ്ങളാണോ എന്നല്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും ക്രിക്കറ്റിലെ പോലെ കൊണ്ടുവന്നു, ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടുവന്നു, ഓക്കെ, നല്ല കാര്യം. എന്നാൽ പിന്നെ ഓരോ ടീമിനും ഓരോ റിവ്യൂ വെച്ച് കൊടുക്കട്ടെ. അവർക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അവർക്ക് റിവ്യൂ വിളിക്കാനുള്ള ഒരു അവസരം. അപ്പൊ ഫാക്ടില്ല, അതൊരു കാര്യമില്ല. കാരണം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു റോങ് ആയിട്ടൊരു പോയിന്റ് തോന്നി, നമ്മൾ അത് 100% നമുക്ക് ഉറപ്പാ ഇത് അങ്ങനെയാണ് സംഭവിച്ചത്. ഒരു റിവ്യൂ ഒരു ടീമിന് കൊടുക്കട്ടെ, അവർക്ക് വാറ് വിളിക്കാൻ ഒരു അവസരം, അവര് ചെക്ക് ചെയ്യട്ടെ ഒരു റിവ്യൂ ടൈം. ആ റിവ്യൂ മറ്റേ ഫെയിൽ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, റിവ്യൂ ലോസ്റ്റ്, പിന്നെ അവർക്ക് ആ കളിയിൽ റിവ്യൂ ഇല്ല. അങ്ങനെ എന്തായാലും ഇപ്പൊ ചറവറ വാറ് നോക്കി കളിയുടെ രസം എന്തായാലും ഇവന്മാര് കളഞ്ഞു. എന്നാ പിന്നെ ഇവന്മാര് ടൈം ഡിലേ എന്നും പറഞ്ഞിട്ട് എന്തിനാ ഈ ടീമുകൾക്ക് വാറ് വിളിക്കാൻ ഒരു ഓപ്ഷൻ കൊടുക്കില്ല. ചോദിച്ചാൽ പറയും ടൈം ഡിലേ ആവും. എന്താ ഡിലേ ഇല്ലേ? പിന്നെ നമ്മുടെ എടാ അർജന്റീന ഇപ്പൊ കുറെ പേര് കമ്പനി ടീം, കോർപ്പറേറ്റ് എംപ്ലോയി ആ സെറ്റപ്പ് പറയും. പക്ഷെ അതില് എന്താ പറയണ്ടേ, അതുണ്ട്, ഇല്ലതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അർജന്റീനയ്ക്ക് അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്കില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അർജന്റീന കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എടാ എന്ത് കിടിലനായിട്ടാ കളിക്കുന്നത്. ഈ പ്രായത്തില് മെസ്സി എന്താ കളിക്കുന്നത്. സത്യം പറയാലോ, ഞാൻ റൊണാൾഡോ ഫാൻ. ഈ പുറകിലത്തെ പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സിലായി എന്റെ റൂമിന്റെ ഒരു ഭിത്തി മൊത്തം റൊണാൾഡോയാ. ഞാൻ അത്രയ്ക്ക് റൊണാൾഡോ ഫാനാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ പ്രായത്തിൽ മെസ്സി കളിക്കുന്ന ഒരു കളിയുണ്ട്. അതായത് അവിടെ പുള്ളിയുടെ ഓരോ ക്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അവിടെ ഒരുത്തരം പോയിന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് നമ്മൾ മിസൈലൊക്കെ ഇടുന്നു പറയുന്ന പോലെ പുള്ളി ഒരു പ്ലെയറിനെ അവിടെ കണ്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു കിടില സാരം അങ്ങോട്ട് കൊടുക്കുന്നു, പുള്ളി ഗോൾ അടിക്കുന്നു. പക്ഷെ പോയിന്റ് അതല്ല, ഇതിന്റെ ഇടയ്ക്ക് എന്ത് ഈ റഫറിമാര് കാണിക്കുന്നത്. എടാ എന്തിനാടാ അർജന്റീനയ്ക്ക് ഇത്രയും വലിയ ഇങ്ങനത്തെ ഒരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കുന്നത്? ചില വീഡിയോസ് കാണുന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും അത് അർജന്റീനയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാ വിളിക്കുന്നത്. പക്ഷെ ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. ഈ തവണ പുതിയതായിട്ടൊരു നിയമം കൊണ്ടുവന്നു. ഫസ്റ്റ് സെക്കൻഡും കിടക്കുന്ന ടീമുകൾ ഒരു പാത്തിൽ വരാൻ പാടില്ല. അതായത് അവരുടെ ഇത് ടോട്ടൽ ഡിഫറെന്റ് ആയിരിക്കണം. അതായത് ഒരു സെക്ഷൻ ഫസ്റ്റും സെക്കൻഡും രണ്ട് സൈഡിലായിരിക്കണം. അതായത് അത് ഈ തവണ കൊണ്ടുവന്ന റൂളാണ്. അതായത് ഫസ്റ്റ് ആ ടൈമിൽ അർജന്റീനയാണോ സ്പെയിൻ ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും അർജന്റീന സ്പെയിനുമാണ് 1-2 ആ ടൈമിൽ കടന്നത്. അപ്പോ അർജന്റീന ഒരു പാത്തിൽ പോവും, സ്പെയിൻ വേറൊരു പാത്തിൽ. And we skip I because Spain and Argentina, they must be in separate pathways. Spain and Argentina, they must be in separate pathways. So അങ്ങനെ പാത്തിൽ പോയ രണ്ടുപേരും കൂടെ ഇപ്പൊ ഫൈനലിൽ വന്നു. അതെന്തിനാണ് അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് പോലും അറിയത്തില്ല. കോമ്പറ്റിറ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് കോമ്പറ്റൻസസ്? നല്ല ടീം തമ്മിൽ ആദ്യമേ കൂടി പുറത്തായിക്കോട്ടെ, ബാക്കി ടീമുകളില്ലേ. ഇവിടെ ഏത് ടീമാ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്ന? ഏത് ടീമാ മോശം ടീമുള്ളത്? എല്ലാവരും നല്ല ടീമല്ലേ. പക്ഷെ അപ്പൊ അതല്ല, അത് ഫിഫയുടെ പുതിയ, അതായത് ലിറ്ററലി ഫിഫയ്ക്ക് ആവശ്യം ആൾക്കാർ കാണാൻ വരണം, ക്രൗഡ് കാണാൻ വരണം, നല്ല വരുമാനം കിട്ടണം, സ്പോൺസർഷിപ്പ് വരണം, ഫൈനലൊക്കെ കിട്ടില്ല മാച്ചുകൾ വരണം. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ അർജന്റീനയ്ക്ക് ആവശ്യമില്ല. പക്ഷെ ഫിഫയ്ക്ക് അർജന്റീനേനെ ആവശ്യമുണ്ട്. അതാണ് പോയിന്റ്. അതായത് അവര് ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ക്രൗഡും കാര്യങ്ങളും, അതായത് അതിന്റെ പുറകെ വരുന്ന പേയ്മെന്റ്സ് കാര്യങ്ങൾ എല്ലാം വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും ഫിഫയ്ക്ക് അർജന്റീനനെ വേണം, അർജന്റീനയ്ക്ക് ഫിഫേനെ വേണ്ട. അതാണ് പോയിന്റ്. ലിറ്ററലി അതാണ് പോയിന്റ്. ഞാൻ ചില വീഡിയോസ് ഇതിന്റെ സൈഡിൽ കൊടുത്തേക്കാം. അതായത് അതിനകത്ത് അതെല്ലാം അർജന്റീന മാച്ചിന്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ്. കാരണം ഇത്രയും ഇത് കണ്ടോ, ഇപ്പൊ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലെ റെഫറിമാരുടെ ഈ സാധനം വരുന്നേ. കാരണം ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, കളി കാണാനിരിക്കുന്ന പാടെ ഇന്ന് റെഫറി എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ് പലരുടെയും ചോദ്യം. കളിയിൽ ഏത് ടീം തമ്മിൽ കളിച്ച് ജയിക്കും പറക്കുന്നില്ല. ഇന്ന് റെഫറി എങ്ങനെയായിരിക്കും? ഇന്ന് ഏത് ടീമിന്റെ കൂടെ ആയിരിക്കും റെഫറി? അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിച്ച് ഈ ഫിഫ. ഈ ഫുട്ബോളിന്റെ നമുക്ക് ഫുട്ബോൾ കാണുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ സാധനവും നശിപ്പിച്ച് കൊട്ടക്കകത്താക്കി വെച്ചിട്ടുണ്ട് ഇപ്പത്തെ ഫിഫയുടെ പരിപാടി. ഇപ്പത്തെ ഫിഫയുടെ പ്രസിഡന്റിനോടുള്ള ആ പുള്ളിക്കാരനെ സത്യം പറഞ്ഞ് ഇറക്കി വിടും. പുള്ളി ഇത് നശിപ്പിച്ച് കുളം തോണ്ടും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോ കാണാം. ഇതിന്റെ സൈഡിൽ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുപോകണം. കാരണം ഈ വീഡിയോസ് എല്ലാം അർജന്റീനയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, അർജന്റീനയ്ക്ക് ഫിഫേനെ ആവശ്യമില്ല, ഫിഫയ്ക്കാണ് അർജന്റീനേനെ ആവശ്യം. അതിനുവേണ്ടി ഇവർ അർജന്റീനനെ നാണം കെടുത്തുവാണ്. അതാണ് സത്യം. നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ അകത്തുനിന്ന് മൊത്തം നിങ്ങൾ കാണേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർജന്റീന ഇടിക്കുന്നു. അതായത് ഇംഗ്ലണ്ട് അർജന്റീന കളിയുടെ ഇടയ്ക്കുള്ള സംഭവമാണിത്. അതായത് പ്ലേയേഴ്സ് ഫുള്ള് അറ്റാക്കിങ് എന്നൊക്കെ പറഞ്ഞ അർജന്റീന ഓൾറെഡി ഒരു പ്ലേ ആണ്. അതൊരിക്കലും അല്ലാന്ന് ഫുട്ബോൾ കാണുന്ന ഒരാൾക്കാർക്കും പറയാൻ പറ്റില്ല. അർജന്റീന നല്ല റഫ് കളിയാണ് കളിക്കുന്നത്. അതിൻ്റെ അകത്ത് സിമിയോണിയുടെ ഒരു മോനുണ്ടല്ലോ, നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കോച്ച് സിമിയോണിയുടെ മോൻ, മറ്റേ അർജന്റീന 17 നമ്പർ ജേഴ്സി സിമിയോണി തന്നെയാണ് അവന്റെ ജേഴ്സിയുടെ പേരും. അതായത് നമ്മുടെ കോച്ച്, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോച്ചിന്റെ മോൻ. ചെറുക്കൻ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയിൽ കളിച്ചു.
അവൻ ശരിക്കും കളിക്കാൻ വന്നതാണോ അത് ആൾക്കാരെ തള്ളിയിട്ട് കൊല്ലാൻ വന്നതാണോ? എനിക്ക് സത്യം പറഞ്ഞ ആ കളി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ചെക്കനൊരു കാർഡ് കിട്ടാത്ത എന്താണെന്നാണ് ചോദ്യം. ചെക്കൻ ഓടി വന്ന് തല വെച്ച് കുത്തുന്നു, പിടിച്ചു വലിച്ച് നിലത്തിടുന്നു, ചവിട്ടുന്നു. അവന് ലിറ്ററലി അവന് പന്ത് വെച്ച് ഒന്നും ചെയ്യണ്ട. അവന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സാ. ഇംഗ്ലണ്ടിന്റെ പ്ലേയേഴ്സിനെ ഇടിച്ചിടുക, കുത്തുക, ചവിട്ടുക, തല വെച്ച് കുത്തി കയറ്റുക. എന്താണ് അവൻ കാണിക്കുന്നേ? ലിറ്ററലി എന്താ അവൻ കാണിക്കുന്നേ? റെഫറി എന്നാ പൊട്ടനാണ്, ഒരു കാർഡ് പോലും കൊടുത്തിട്ടില്ല അവന്. ഇതൊക്കെ കാണും പിന്നെ ആൾക്കാർ എങ്ങനെയാടാ പറയാതിരിക്കുന്നേ? ഇത് റിഗ്ഡാണ്, ഇത് അർജന്റീനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വേൾഡ് കപ്പാണ് എന്ന്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളിയിലെ ആ ഫസ്റ്റ് ഗോളിന്റെ സമയത്ത് ആദ്യം മെസ്സി മറ്റവനെ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് പന്ത് കൊണ്ട് പോകുന്നത്. അത് വേറൊരു കാര്യമുണ്ട്. ഇംഗ്ലണ്ട് ഗോൾ അടിച്ച സമയത്ത് 3 or 4 തവണയാണ് ഇംഗ്ലണ്ടിന്റെ ഗോൾ ഇവർ വാർച്ചെക്ക് ചെയ്തത്. നമുക്ക് ഫുള്ള് കാണിച്ചു തരും, ഓഫ് സൈഡ് ലൈന് എല്ലാം ഫുൾ ക്ലിയർ ആയിട്ട് അവന്മാർ ചെക്ക് ചെയ്തു. പക്ഷെ അർജന്റീനയുടെ ഫസ്റ്റ് ഗോളിനോ വാർച്ചെക്കില്ല. അതെന്താ വാർച്ചെക്കില്ലാത്ത? ഈജിപ്തുമായിട്ടുള്ള കളിയില് ഈജിപ്തിന്റെ രണ്ടാമത്തെ ഗോള് വാറ് ചെക്ക് ചെയ്തിട്ട് അവന്മാര് ഫൗൾ ചെയ്തെന്നും പറഞ്ഞിട്ട് ഓക്കെ കൊടുത്തില്ല. പക്ഷെ അർജന്റീനയുടെ ഗോളോ, അർജന്റീന ലാസ്റ്റ് ഗോൾ അടിക്കാൻ നേരത്ത് സലേനെ അവന്മാര് പെനാൽറ്റി ബോക്സിൽ ചവിട്ടിയിട്ടിട്ടാണ് പന്ത് കൊണ്ടുപോയത്. അത് ഫൗളാണോ അല്ലയോ എന്ന് അത് നമ്മൾ നോക്കുമ്പോൾ അത്ര വലിയ ഫൗളൊന്നും അല്ലത്. കാരണം എന്താ പറയണ്ടേ, നോർമലി ഈ ഫുട്ബോളിൽ ഇപ്പൊ നടക്കുന്ന ഫൗൾ വെച്ച് നോക്കുമ്പോൾ അത് ചെറിയ ഫൗളാണ്. പക്ഷെ ഫൗളാണോ എന്ന് ചോദിച്ചാൽ ഫൗളാണ്. പക്ഷെ അത് പെനാൽറ്റി വൈസ് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ഒരു ഫൗളല്ല. ഓൺ ദ സെയിം കാര്യത്തില് ഈജിപ്തിന്റെ ആ സമയത്ത് മാർട്ടിനസിനെ തട്ടിയിട്ടത് അതൊക്കെ എന്ത് ഫൗളാ? അതേ ഒരു ഫൗള് തന്നെ സലയ്ക്ക് എതിരെ വന്നിട്ടുള്ളൂ. അത് വലിയൊരു ഫൗളൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ അതിന് കൊടുത്തു, പോട്ടെ. എന്നാ പിന്നെ ഇപ്പുറത്തെ ഇവന്മാര് വാർ ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവിടുത്തെ റെഫറി അയ്യോ, ആ കളിയിലെ റെഫറി കാരണമാണ് ഇത്രയും ചീത്തപ്പേരുണ്ടായത്. പുള്ളിയോട് ഈജിപ്തിന്റെ പ്ലേയേഴ്സ് വന്നിട്ട് വാറ് വേണം എന്ന് പറഞ്ഞു. വാറ് വേണം എന്ന് പറഞ്ഞ എല്ലാ പ്ലേയേഴ്സിനും കാർഡ് പെറുക്കി കൊടുത്തതല്ലാതെ അങ്ങേരെ ആ ഗോളൊന്ന് വാറിന് ചെക്ക് ചെയ്യാൻ പോലും അങ്ങേരെ സമ്മതിച്ചിട്ടില്ല. എന്തുകൊണ്ട്? എന്നാ പിന്നെ ഈ പേര് ദോഷം ഒന്നും ഉണ്ടാവില്ല. വാറ് ചെക്ക് ചെയ്യണം ഇത്രയും പേര് അവിടെ പറയുന്ന സമയത്ത് അയാൾക്ക് ഓക്കെ ചെക്ക് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞിട്ട് വാറ് പോയി നോക്കിയിട്ട് അല്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് വരായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. അതല്ല, അയാൾ വാറ് പോലും ചെക്ക് ചെയ്യാൻ പോയില്ല. എന്തുകൊണ്ടാ വാറയ്ക്കകത്ത്? നോ കമന്റ്സ്. കാരണം അങ്ങനെയാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് സത്യം പറഞ്ഞാൽ നശിപ്പിച്ച് കൊളം തോന്നി. ഇവിടെ മാത്രമല്ല, അർജന്റീനയുടെ കളിയിൽ മാത്രമല്ല ഇത്. പാരഗ്വേയായിട്ട് ജർമ്മനിയുടെ കളിയുടെ സമയത്ത് ജർമ്മനിയുടെ ഗോൾ അടിച്ചു. അത് വാർ നോക്കി അല്ല ഗോളല്ല എന്ന് പറഞ്ഞു. ഗോൾ കീപ്പറെ ചലഞ്ച് ചെയ്തെന്നും പറഞ്ഞിട്ടാണ് അത്. ഇത്രയും പേര് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോർണർ കിക്കോ കാര്യങ്ങളോ വന്നു കഴിയുമ്പോഴത്തേനും ഗോളിയുടെ മേത്തോട്ട് തട്ടുന്നത് സ്വാഭാവികമല്ലേ? ഇതെന്താ ഗോളിനെ മാത്രം ഇങ്ങനെ ഒരു ദിവ്യ വലയത്തിന് വെക്കണോ? ഗോളിനെ ആരും തൊടാൻ പാടില്ല, ഗോളിയുടെ അടുത്തൊന്ന് പന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പ്ലേയേഴ്സ് എന്നാ നോക്കി നിൽക്കണം. ആരും പന്തിനെ ചലഞ്ച് ചെയ്യാൻ പാടില്ല. ഗോൾ കീപ്പറിന് അങ്ങോട്ട് പന്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ റെഫറിമാർ ചെയ്യുന്നത്? ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് ഈ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക. അതാ ഈ ഓൾറെഡി റെഫറിമാര് മണ്ടന്മാരാണ്, അതിന്റെ കൂടി ഇവന്മാര് പൊട്ടന്മാരും കൂടെ ആയിക്കൊണ്ടിരിക്കുക. ഈ വാറും കൂടെ വന്ന സമയത്ത് ടെക്നോളജി കൂടിയിട്ട് ഇത്രയും ടെക്നോളജി വന്നില്ലേ, ഇനിയെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു റെഫറിങ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ ഇവർ? ഐ ഡോണ്ട് നോ മാൻ. അപ്പൊ ഇനിയിപ്പോ യൂസേഴ്സ് ഫൈനലും കൂടെ ബാക്കിയുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനി ടീമായ ഞാൻ ഇങ്ങനെ തമാശക്ക് എങ്ങനെ പറയുമെങ്കിലും എന്റെ ഇപ്പോഴത്തെ വിശ്വാസം അർജന്റീനയ്ക്ക് ഫിഫയുടെ ആവശ്യമില്ല, ഫിഫയ്ക്കാണ് അർജന്റീനയുടെ ആവശ്യം. സോ എന്നാലും എന്റെ ഒരു ഗസ് അനുസരിച്ച് എനിക്ക് സ്പെയിൻ ജയിക്കണമെന്നാണ് ഇൻ മൈ മൈൻഡ്. അറിയില്ല അർജന്റീന ജയിക്കോ സ്പെയിൻ ജയിക്കുമെന്ന്. യൂസേഴ്സ് ഫൈനല് കാണേണ്ട ഒരു കളിയായിരിക്കും, ഫ്രാൻസും ഇംഗ്ലണ്ടും. അതിന്റെ അകത്തെങ്കിലും ഫ്രാൻസ് ഒന്ന് കരകയറി കണ്ടാൽ മതിയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്പെയിനോട് ഫ്രാൻസ് തോറ്റു പോകുന്നു. അത് 2-0 എംബാപ്പയൊക്കെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ കാണേണ്ട തന്നെയായിരുന്നു. ബട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലൊരു കളി നടക്കട്ടെ, റെഫറിമാർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ. Bye guys.
ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും